മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഭയങ്കര ബഹളം. നിസ്കരിക്കാൻ റൂം കൊടുക്കണം പെൺകുട്ടികൾക്ക്. അതിന് ചുക്കാൻ പിടിക്കാൻ ഏതെങ്കിലും ഒരു മതത്തിനെ പ്രീണിപ്പിച്ചോ അവരുടെ തോന്നിവാസങ്ങളെല്ലാം കൂട്ടുനിന്ന് വോട്ട് മേടിച്ച് ജയിക്കാം എന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും. 6 നേരം നിസ്കരിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം, കുർബാന കൂടണം എന്നൊക്കെ നിർബന്ധമുള്ള മതത്തിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ എന്തിനായി പഠിക്കാൻ പോകുന്നത്? ഇവർക്കെല്ലാം മദ്രസയിലോ പള്ളിയിലോ അമ്പലത്തിലോ പോയിരുന്നാൽ പോരെ? വിദ്യാഭ്യാസം കൊണ്ട് എന്നാ ഉദ്ദേശിക്കുന്നത്? അത് സംഭവിച്ചാൽ ഇന്ത്യ പോലെ രാജ്യത്തെ വിദ്യാഭ്യാസം എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പഠിക്കും, ഡിഗ്രിയും PhD എല്ലാം എടുക്കും. എല്ലാം എടുത്തിട്ടുണ്ടല്ലോ, സർട്ടിഫിക്കറ്റ് മേടിച്ച് ഏതെങ്കിലും രീതിയിൽ ജോലി മേടിച്ച് അല്ലെങ്കിൽ വിദേശത്ത് പോയി കാശ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും അറിവ് നേടാനോ പുതിയൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനൊന്നും അല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രശ്നം. വിദ്യാഭ്യാസം കൊണ്ട് ഇവിടെ ആൾക്കാർ ഒന്നും നേടുന്നില്ല, വിവരമുള്ളവരായിട്ട് മാറുന്നില്ല. കുറച്ച് സർട്ടിഫിക്കറ്റ് കിട്ടും, അത് മേടിച്ച് വീട്ടിൽ വെച്ചിരിക്കുക എന്നുള്ളതാണ് ചിലരുടെയൊക്കെ ലക്ഷ്യം. നമ്മുടെ ഇവിടുത്തെ സംവിധാനം എങ്ങനെയാണ്? ഒരു സ്ഥലത്തിരുന്ന് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കും. സമയം വേറെ മതപുസ്തകത്തിൽ ചന്ദ്രനെ കഴുതപ്പുറത്ത് പോയി പിളർത്തിയതും കൊരങ്ങനെ ഇവിടുന്ന് ശ്രീലങ്ക വരെ ചാടിയതും ദിവ്യകർമ്മം ധരിച്ചതും ഒക്കെ ആയിട്ടുള്ള കഥകളിരുന്ന് പഠിക്കും, അത് വിശ്വസിക്കും. ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ അന്നേരം ഇപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഈ സമരം ചെയ്യുന്ന പെൺകുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആദ്യം ഒരു അവകാശം നേടിയെടുക്കേണ്ടത് നിങ്ങൾക്ക് കൂടി പള്ളിയിൽ പോകാനുള്ള ഒരു അവകാശമാണ്. പള്ളിയിൽ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ നിർബന്ധമുള്ളവർ, അല്ലെങ്കിൽ നിസ്കരിക്കാൻ, അതിനുള്ള അവകാശം നിങ്ങൾക്കില്ല. അത് നിങ്ങൾ നേടിയെടുക്കുക ആദ്യം. പിന്നെ വേണ്ടത് കയ്യെ നെയിൽ പോളിഷ് ഇടാനും ആ തലയിലെ തുണി ഒന്ന് മാറ്റി വെക്കാനും സാധാരണ മനുഷ്യരെ പോലെ മനുഷ്യൻ ധരിക്കുന്നതിന് വേഷം ധരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ സമരം ചെയ്യും. ആദ്യം അതൊക്കെ റെഡിയാക്കുക. എന്നിട്ട് പോരെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിരുന്ന് നിസ്കരിക്കുന്നതിനുള്ള അവകാശം. അങ്ങനെയല്ലേ അത് വേണ്ടത്? പിന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലുള്ള ഒരു പരിപാടിയുണ്ട്. അവരുടെ മതത്തെയും വളർത്താൻ ശ്രമിക്കും. അവിടെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥന പരിപാടി, ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനമോ അല്ലെങ്കിൽ അങ്ങനത്തെ വിദ്യാർത്ഥികളോ, യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളോ അല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ല. അവരുടെ പണിയാണ് ചെയ്യേണ്ടത്, വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. ഇതിനിടയ്ക്ക് മതം തൊലി, നിസ്കരിക്കണം, 5 നേരം നിസ്കരിക്കണം. അയ്യേ, നാണമില്ലല്ലോ നിനക്കൊന്നും. ഇവരൊക്കെയാണ് വിദ്യാർത്ഥികൾ, യുവതലമുറ, ചിന്താശേഷിയുള്ള, ബുദ്ധിയും വിവരമുള്ള, വിവേകമുള്ള ന്യൂ ജനറേഷൻ എന്ന് അവകാശപ്പെടുന്ന യുവതലമുറയാണോ ഇത്? എനിക്കത് സംശയമുണ്ട്. ഈ പറയുന്ന ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. ഫ്രാൻസിലൊരു സംഭവം നടന്നായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒളിമ്പിക്സിൽ ഒരു പുള്ളിക്കാരിക്ക് തട്ട വിട്ടുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു, മതപരമായിട്ടുള്ള ആചാരം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒറ്റ നിലപാടുള്ള, ഒറ്റ തന്തയുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ്. അതുകൊണ്ട് അവരെ സമ്മതിച്ചില്ല. വേണമെങ്കിൽ ഒരു തൊപ്പി വെച്ചോളം പറയും, ദേവൽ തോരണം. അതേ നടക്കൂ. ഇതെല്ലായിടത്തും അപ്ലൈ ആകത്തില്ല. എല്ലായിടത്തും അപ്ലൈ ആകുന്ന ഒരു സമയമൊക്കെ കഴിഞ്ഞു പോയി. ഇനി അത് കുറഞ്ഞേ വരത്തുള്ളൂ. മതത്തിനൊന്നും ആർക്കും വേണ്ടാതായിക്കൊണ്ട് കാര്യം. അന്നേരം ഇവിടെ കിടന്നുകൊണ്ട് സമരം, നാണമില്ലല്ലോ. നാണം കെട്ട കേസ് കിട്ടും. നാണമില്ലാത്ത, ഉളുപ്പില്ലാത്ത ആൾക്കാർ.